കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കേവലം ദിവസങ്ങൾ മാത്രം ബാക്കി. എല്ലാ സ്ഥാനാർത്ഥികളും പ്രചാരണ തിരക്കിലുമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കേരളത്തിലെ LDF സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യതയൊന്ന് പരിശോധിക്കാം. കാസർകോട്ടെ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ TTC പൂർത്തിയാക്കിയ ആളാണ്. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ BSc ബിരുദവും LLB ബിരുദവും നേടിയിട്ടുണ്ട്. വടകരയിലെ KK ശൈലജ BSc ബിരുദവും B.Edഉം സ്വന്തമാക്കിയിട്ടുണ്ട്. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ BA ബിരുദം നേടിയിട്ടുണ്ട്. കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീം പ്രീ ഡിഗ്രിയാണ്. മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി V വസീഫ് M.Com-ഉം M.Edഉം നേടിയിട്ടുണ്ട്. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ BA എക്കണോമിക്സ് ബിരുദധാരിയാണ്. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ BA ബിരുദവും LLBയും നേടിയിട്ടുണ്ട്. ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ BA ബിരുദധാരിയാണ്. തൃശൂരിലെ VS സുനിൽകുമാർ BA ബിരുദം നേടിയിട്ടുണ്ട്. കൂടാതെ LLBയും സ്വന്തമാക്കിയിട്ടുണ്ട്. ചാലക്കുടിയിലെ C രവീന്ദ്രനാഥ് MSc കെമിസ്ട്രിയിൽ PG എടുത്തിട്ടുണ്ട്. എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ TTCയും MA പൊളിറ്റിക്കൽ സയൻസ് ബിരുദവും നേടിയിട്ടുണ്ട്. ഇടുക്കിയിലെ ജോയ്സ് ജോർജ് MSW LLB എന്നീ ബിരുദങ്ങൾ നേടിയിട്ടുണ്ട്. കോട്ടയത്തെ തോമസ് ചാഴിക്കാടൻ ഒരു B.Com ബിരുദധാരിയാണ്. കൂടാതെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാണ്. ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫ് ബിരുദധാരിയാണ്. കൂടാതെ LLBയും നേടിയിട്ടുണ്ട്. മാവേലിക്കരയിലെ CA അരുൺകുമാർ ഒരു MSW-കാരനാണ്. കൂടാതെ LLBയും നേടിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് PhD നേടിയിട്ടുണ്ട്. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M മുകേഷ് BSc ബോട്ടണിയിൽ ബിരുദം നേടിയിട്ടുണ്ട്. ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി V ജോയ് ഒരു LLB-കാരനാണ്. തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ 6ാം ക്ലാസ്സുകാരനാണ്.